ഏവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ അച്ചാർ എന്ന് പറഞ്ഞാൽ സദ്യക്കെല്ലാം അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. ഈ അച്ചാറില്ലാത്ത ഒരു സദ്യ പോലും അച്ചാറല്ല. നമ്മൾ ഉണ്ടാക്കുന്ന അച്ചാർ എന്ന് പറഞ്ഞാൽ ഒരു നാരങ്ങ ഉണ്ട്, ഒരു വടുകപ്പുളി നാരങ്ങ കൊണ്ടാണ് നമ്മളൊരു അച്ചാർ ഉണ്ടാക്കുന്നത്. ഈ അച്ചാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാരങ്ങ ഉണ്ടെങ്കിൽ നമുക്കൊരു 3 അച്ചാർ വരെ ഉണ്ടാക്കാം. 3 സൈസിൽ അച്ചാർ ഉണ്ടാക്കാം. 3 ടൈപ്പ് അച്ചാർ ഉണ്ടാക്കാം. പക്ഷെ ഇത് സദ്യക്കൊന്നും ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു അച്ചാറാണിത്. പിന്നെ ഇപ്പൊ ഓണമൊക്കെയാ വരുന്നത്. ഇപ്പൊ സമയമുള്ളവരുണ്ടെങ്കിൽ നാരങ്ങ കിട്ടുവാണെങ്കിൽ നേരത്തെ അച്ചാറിട്ട് വെച്ചാല് ഒരിക്കലും കേടാവൂല്ല. അപ്പൊ വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ നാരങ്ങ ഞാനിപ്പൊ വാങ്ങിച്ചപ്പോ ഈ നാരങ്ങക്ക് വിലക്കുറവാണ്. ഒരു 2 ആഴ്ചയുടെ കഴിയുമ്പോ ഈ സാധനത്തിന് നല്ല വിലയാകും. ഒരെണ്ണത്തിന് 100 രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും. ഭയങ്കര പൊള്ളുന്ന വിലയാന്ന് വരുന്നതൊക്കെ കച്ചവടക്കാരും പറയുന്നുണ്ട്. 2 ആഴ്ചയോടെ കഴിഞ്ഞാൽ പച്ചക്കറിക്കെല്ലാം ഭയങ്കര വിലയാണ്. എല്ലാരും ഓണത്തിന് ഉണ്ടാക്കും. എല്ലാരും ഉണ്ടാക്കും എന്ന് പറയാൻ നമ്മുടെ ഇവിടോട്ട് കുറവാകട്ടോ. തെക്കോട്ടൊക്കെയാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. ഈ വടുകപ്പുളി നാരങ്ങ ഉണ്ട് അച്ചാർ കഴിക്കാൻ മസ്റ്റ് ആണ് ഇതല്ലേ. തെക്കോട്ടൊക്കെ സദ്യക്ക് വിളമ്പോ അവസാനം നാരങ്ങ വിളമ്പുന്നെന്ന് പറഞ്ഞാല് ഈ നാരങ്ങ വിളമ്പുന്നത് പായസം അല്ല, അടപ്രഥമനാണ് തെക്കോട്ടൊക്കെ സദ്യക്ക് കല്യാണത്തിനൊക്കെ. ഈ അടപ്രഥമം വിളമ്പുമ്പോഴാണ് ഈ നാരങ്ങ, ഈ വെള്ള നാരങ്ങ കൊണ്ട് വിളമ്പുന്നത്. അതൊരു പ്രത്യേക രുചിയാണ് ആ നാരങ്ങയും കൂട്ടി ഈ അടപ്രഥമം കഴിക്കാനൊക്കെ. പക്ഷെ ഇവിടോട്ടൊക്കെ അങ്ങനെ ഈ വെള്ള നാരങ്ങ കുറവാണ് ഇടുന്നത്. അടപ്രഥമനും കുറവ്. ഇവിടെ എല്ലാം വേറെ പായസം, ഗോതമ്പ് പായസം ഒക്കെയാണ് ഇവിടെ. സേമിയ പായസം ഒക്കെയാണ് ഇവിടെ. പക്ഷെ നമുക്ക് സദ്യക്കൊക്കെ രണ്ട് വ്യത്യാസമുണ്ട്. 2 സ്ഥലത്തോട്ട് 2 വ്യത്യാസത്തിലാണ് സദ്യകളൊക്കെ. വിളമ്പിനും വ്യത്യാസമുണ്ട്, കറികൾക്കും വ്യത്യാസമുണ്ട്. ഇവിടെയൊക്കെ ഏതാണ്ട് കറിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഓണത്തിനായാലും ഒന്നിനും പിന്നെ ചെറുപയർ പരിപ്പില്ല, പരിപ്പ് പായസം ഇല്ല, പരിപ്പ് കറിയില്ല. നമ്മുടെ തെക്കോട്ടൊക്കെ ആണെങ്കിൽ പരിപ്പ് കറി ഇല്ലാത്ത ഒരു സദ്യ പോലും ഇല്ല. എല്ലാ സദ്യക്കും വിശേഷ ദിവസങ്ങളിലെല്ലാം ഈ ചെറുപയർ. അപ്പൊ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ സദ്യക്ക് മസ്റ്റ് ആയിട്ടുള്ള വടുകപ്പുള്ളിയുടെ നാരങ്ങ അച്ചാറാണ് നമ്മൾ. അപ്പൊ ഒരു ഒറ്റ പണി കൊണ്ട് നമുക്ക് 3 ടൈപ്പിൽ ഇത് ഉണ്ടാക്കാം അല്ലെ. 3 ടൈപ്പിൽ ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് അതെങ്ങനെയാ ഒന്ന് കാണാല്ലേ. വടുകപ്പുള്ളി നാരങ്ങ തന്നെ ഒന്ന് കാണാല്ലേ. ഇത് നമ്മുടെ നാരങ്ങ, ഇതാണ് നമ്മുടെ നല്ല പഴുത്ത നാരങ്ങയാണ്. ഇത് കണ്ടിട്ട് നല്ല നാരങ്ങ തോന്നുന്നു. കയ്പ് കുറവുള്ള നാരങ്ങാന്ന് തോന്നുന്നു. നാരങ്ങയുടെ പുറം കാണുമ്പോ നമുക്കറിയാം കയ്പ് കുറവുള്ള നാരങ്ങ. തൊലി എത്തി കളയത്തില്ലല്ലോ. കളയുന്നില്ല. ഇതിന്റെ തൊലിയൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത. തൊലി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ഭയങ്കര പുളി എന്തൊക്കെയാണ്. ഈ തൊലി ഇപ്പൊ നമ്മൾ കിട്ടുന്നവര് നേരത്തെ മേടിച്ച് ഓണം സംബന്ധിച്ച് നമ്മൾ നേരത്തെ മേടിച്ച് അച്ചാറിട്ട് വെച്ചേക്കാം. നമുക്ക് പണിയും കുറവാണ്. നമുക്ക് നല്ല അച്ചാർ. കാര്യമുണ്ടമ്മേ, നമ്മളിത് എനിക്ക് തോന്നുന്നതേ, ഞാൻ കണ്ടിട്ടുള്ള വെച്ചിട്ട് തോന്നുന്നു ഇത് ചെത്തണതാണ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. കാരണം വെച്ചാൽ എല്ലാത്തിന്റെ അകത്തും തൊലി വേണം അല്ലെ. എല്ലാ കഷ്ണത്തിന്റെ അകത്തും തൊലിയും വേണം, മാംസവും കൂടെ ഉള്ള രീതിയിൽ വേണം ഇത് മുറിക്കാനായിട്ട് അല്ലെ, അരിയാനായിട്ട്. അല്ലാതെ നമ്മൾ സാധാരണ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അകത്ത് കുറച്ച് മാംസം മാത്രവും തൊലി മാത്രം അങ്ങനെയൊക്കെ അല്ല. അപ്പൊ അരിയണത് കൂടെ കൂടി നമുക്ക് കാണാം. നമുക്ക് ഒരു കാര്യം സമയം കളയണ്ട, പെട്ടെന്ന് നമ്മുടെ വടുകപ്പുളി നാരങ്ങയിലേക്ക് പോകാം. അതിന്റെ ഒപ്പം തന്നെ ഇതിന്റെ കൂടെയുള്ള സാധനങ്ങൾ ഏതൊക്കെയാമേ? കുറച്ച് വെളുത്തുള്ളി നമ്മൾ പൊടിച്ചിട്ടുണ്ട്, നേരത്തെ പൊടിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ. പച്ചമുളക് കഴുകി വെച്ചിട്ടുണ്ട്, ആവശ്യത്തിന് അരിഞ്ഞെടുക്കാൻ പച്ചമുളക്. ഈ പച്ചമുളകിന് പരമായി കാന്താരി ഉപയോഗിക്കാം. കാന്താരി ഉണ്ട്, അതും നല്ലതാണ്. നല്ല അല്ലെ. ഇത് നമ്മൾ ഈ സാധനം അമ്മ നടുവെ മുറിച്ചിട്ടുണ്ട് അല്ലെ, കീറിയിട്ടുണ്ട്. ഇഞ്ചി വേണ്ട ഇതിനല്ലേ. അപ്പൊ ഈ കുറഞ്ഞ ചേരുവയും മതി ഇതിനല്ലേ. കുറച്ച് സാധനങ്ങൾ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അല്ലേ. ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ നാരങ്ങ ഒന്ന് കീറാം. ഇത് ബബ്ലീസ് നാരങ്ങയുടെ ഒരു ടൈപ്പ് ആയതല്ലേ. ഇത് ബബ്ലീസ് നാരങ്ങ അല്ല കേട്ടോ. അങ്ങനെ വിചാരിക്കല്ലേ ബബ്ലീസ് നാരങ്ങയാന്നല്ലേ. പക്ഷെ ഇതെല്ലാവർക്കും അറിയാം ഈ നാരങ്ങ അല്ലേ. പിന്നെ നമ്മുടെ ഈ ഗണപതി നാരങ്ങ എന്ന് പറഞ്ഞൊരു നാരങ്ങ ഉണ്ട്, അതും ഇതല്ല അല്ലേ. പക്ഷെ ഇതിനകത്ത് അരി കുറവാട്ടോ. ചില നാരങ്ങയ്ക്ക് അത് ഭയങ്കര അരിയുണ്ട്. അരി ഉള്ളതാണോ ഇല്ലാത്തതാണോ നല്ലത്? അതൊന്നുമില്ല. കണ്ടത് ഇങ്ങനെ കീറണേ ഓരോന്നും കണ്ടോ. അപ്പോഴാണ് നമുക്ക് എല്ലാത്തിലും തൊലി കിട്ടത്തുള്ളൂ. കണ്ട ഒരു കാര്യം ചെയ്യാമേ, ബാക്കി ഇങ്ങനെ തന്നെയല്ലേ നമ്മൾ അരിയണ്ടേ. ഈ ഒരെണ്ണം നമുക്ക് അരിഞ്ഞ് കാണിക്കാം അല്ലെ. ഇത് ബാക്കി നമുക്ക് പയ്യെ പയ്യെ അരിയാം അല്ലെ. ഇങ്ങനെ വെച്ചിട്ട് ഓക്കെ. കണ്ട ഇങ്ങനെ ഇങ്ങനെ ഓരോന്നും അരിയാം. അപ്പൊ എല്ലാത്തിലും തൊലിയും വരും, ദശയും വരും അല്ലെ. ഓക്കെ. അപ്പൊ ഈ രീതിയിൽ നമുക്ക് മൊത്തം അരിഞ്ഞെടുക്കാം അല്ലെ. മൊത്തം അരിഞ്ഞെടുക്കണം. എന്റെ വായിക്കൂടെ വെള്ളം വരുന്നു, പല്ല് കുളിച്ചു.
അമ്മേ നാരങ്ങയും പുളിയൊക്കെ എടുക്കുമ്പോഴേ മാങ്ങ എടുക്കുമ്പോ നമ്മുടെ പല്ലൊക്കെ പുളിക്ക് നമ്മുടെ വായിക്കൂടെ ഒക്കെ വെള്ളം. അല്ലെങ്കിൽ ഈ നാരങ്ങ കാണുമ്പോ നമുക്കിങ്ങനെ ആയി കഴിക്കാൻ തോന്നും. മറ്റു നാരങ്ങയുടെ അച്ചാറുകൾക്കൊന്നും ഇത്ര നമുക്ക് ഒരു ഇത് തോന്നത്തില്ല അല്ലേ? ഒരു കാര്യം നമുക്ക് മുളകും കൂടി അരിയണം എങ്ങനെയാ നമുക്ക് കാണിച്ചേക്കാവേ. അപ്പൊ പിന്നെ നമുക്ക് പിന്നെ ഉണ്ടാക്കുന്ന കാണിച്ചാൽ മതിയല്ലോ. അരിച്ചിലിന്റെ പരിപാടി അവിടെ സ്റ്റോപ്പ് ചെയ്യാലോ, ശരിയല്ലേ? പിന്നെ നമുക്ക് എല്ലാം ഒന്നിച്ചങ്ങ് അരിഞ്ഞു വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെ വെറും റൗണ്ടില് അത് എല്ലാവർക്കും അറിയാം. വട്ടത്തിൽ അരിഞ്ഞാ പോരെ. ഓക്കെ, ഓൾറെഡി നമ്മൾ കീറിയിട്ടാ മതി. വെളുത്തുള്ളി ഓൾറെഡി നമ്മൾ നടുവെ പൊളിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ? നടുവെ ഒന്ന് കീറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ഇനി ബാക്കി എല്ലാം ഒന്ന് റെഡി ആക്കിയതിനു ശേഷം കുക്കിംഗ് പ്രോസസ്സ് കാണാം അല്ലെ? പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് 3 രീതിയിൽ ഈ നാരങ്ങ ഒറ്റ അടിക്ക് നമുക്ക് അച്ചാറിടാം. പക്ഷെ ഇന്ന് നമ്മൾ ഇടുന്ന 2 രീതിയിലുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാരങ്ങ ചെറുതാണ് അല്ലെ? അപ്പൊ 3ാമത്തെ രീതി നമുക്ക് വേറൊരു ദിവസം കാണിക്കാം അല്ലെ? അപ്പൊ 2 രീതിയിൽ നമുക്ക് ഒറ്റയടിക്ക് കാണുമ്പോ ആൾക്കാർ കാണുമ്പോ 2 ടൈപ്പ് അച്ചാർ അല്ലെ? അപ്പൊ അത് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ സാധനവും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പച്ചമുളക് നമ്മളിത് ഈ രീതിയിൽ നമ്മൾ അരിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 2 അച്ചാറും കൂടെ ഉള്ള പച്ചമുളകാണ് നമ്മൾ അരിഞ്ഞേക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മളിത് കുറച്ച് വട്ടൽമുളക് എടുത്തിട്ടുണ്ട്. ഇത് കടുക് പൊട്ടിക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി എടുത്തങ്ങ് വെച്ചേക്കുന്നുള്ളൂ. ഒപ്പം ഈ രീതിയിലാണ് നമ്മുടെ നാരങ്ങ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സെറ്റപ്പാണ്, നല്ല ടേസ്റ്റ് ആണ് ഈ കറിക്ക്. അപ്പൊ ഇത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒപ്പം കറിവേപ്പിലയും വെളുത്തുള്ളിയും ഒക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അപ്പൊ നമുക്കിത് ഇത് സെറ്റ് ചെയ്യാം, നമുക്ക് കറിയിലേക്ക് ആക്കി മാറ്റാം ഇതിനെ. അപ്പൊ നമ്മളൊരു ചെഞ്ചട്ടി അടുപ്പ വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ മതി. നമ്മൾ നല്ലെണ്ണയല്ലേ ഇറങ്ങുന്നത്, സാധാ വെളിച്ചെണ്ണയാണ്. അപ്പൊ നമുക്ക് അതിനകത്ത് സ്വല്പം കടുക് ഇടാം. ഈ അച്ചാറിന് നമ്മൾ നല്ലെണ്ണ ചേർക്കാത്തതിന്റെ കാരണം അമ്മ എപ്പോഴും പറയാറുണ്ട്, ഈ അച്ചാറിന് നല്ലെണ്ണയെക്കാളും കുറച്ചും കൂടെ ടേസ്റ്റ് നമ്മുടെ സാധാ തേങ്ങ വെളിച്ചെണ്ണ അല്ലെ? തേങ്ങ വെളിച്ചെണ്ണ. നമ്മുടെ കടുക് മൂത്തു, അതിന്റെ അകത്തേക്ക് നമ്മൾ പകുതി വെളുത്തുള്ളി ഇടുവാണ് അല്ലെ? നമ്മൾ മൊത്തം എടുത്തു വെച്ച വെളുത്തുള്ളിയിൽ പകുതി നമ്മൾ ഇട്ടു. അതായത് ഒരു 2 പിടുത്തം വെളുത്തുള്ളി നമ്മൾ ഇതിന്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിനകത്ത് കുറച്ച് കറിവേപ്പിലൊക്കെ ഇടുവാണ്. കറിവേപ്പില നല്ലപോലെ ഇട്ടിട്ടുണ്ട്. വറ്റൽമുളകും കൂടെ നമുക്ക് ഇട്ടേക്കാം. ഒരു 3 വറ്റൽമുളകും നമ്മൾ ഇട്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ നമ്മുടെ കടുക് പൊട്ടിക്കുന്ന ആ ഒരു പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ വെളുത്തുള്ളി അന്നേരം തന്നെ നമ്മൾ മൂപ്പിച്ച് നന്നായിട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ ഈ അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇതുപോലൊരു പാത്രത്തിൽ വെള്ളം വെച്ച് നന്നായിട്ട് തിളപ്പിക്കണം, വെട്ടി തിളപ്പിക്കണം വെള്ളം. അപ്പൊ ഈ വെട്ടി തിളപ്പിച്ച വെള്ളം കൂടെ നമുക്ക് ഈ അച്ചാറിന് ആവശ്യമാണ് കേട്ടോ. അപ്പൊ നമ്മുടെ കടുക് താളിച്ച് എല്ലാം മൂത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് തീ കെടുത്താൽ മതി. ഇനി നമുക്ക് തീ വേണ്ട. അപ്പൊ നമ്മുടെ പച്ചമുളക് ഇവിടെ ഇരിക്കുവാണല്ലോ. നമുക്ക് പച്ചമുളക് ഇടാം. പച്ചമുളക് നമ്മൾ തീയിലിടണ്ട അല്ലേ? മൂപ്പിക്കണ്ട. മൂപ്പിക്കുന്നില്ല. അപ്പൊ അതാണ് ഇവിടെ ഇതിന്റെ അതൊരു ഹൈലൈറ്റ്. നമ്മൾ മറ്റച്ചാറുകളെക്കാളും ശ്രദ്ധിക്കേണ്ടത് വ്യത്യാസമുണ്ട്. പച്ചക്കാണ് ഇടുന്ന പച്ചമുളക് അല്ലേ? അതായത് ഓഫായ വെളിച്ചെണ്ണയിൽ ഒന്ന് കിടന്ന് മൂത്താൽ മതി അല്ലേ? നമ്മുടെ നാരങ്ങയുടെ പകുതിയാണ് നമ്മൾ ഇടുന്നത്. 3 രീതിയിൽ ഉണ്ടാക്കുന്നത് നമ്മൾ 2 രീതിയിൽ ഉണ്ടാക്കി കാണിക്കണോളൂ. കാരണം അച്ചാറിന് നാരങ്ങ കുറവല്ലേ അമ്മേ? അല്ലെ 3 ടൈപ്പിലും ഉണ്ടാക്കാം അല്ലേ? ഒരു സൈസ് നമുക്ക് പിന്നെ നാരങ്ങ മേടിക്കാം, വാങ്ങിക്കാം. അത് കാരണം ഇതുമായിട്ട് ഒത്തിരി വ്യത്യാസമുള്ള ഒരു ടൈപ്പാണ് അതല്ലേ? അതുകൊണ്ടാണ് അത് പിന്നെ കാണിക്കാന്ന് പറഞ്ഞത്. അത് വറുത്തരച്ച രീതിയിലുള്ള ഒരു അച്ചാറാണ് അതല്ലേ? നമുക്ക് ഉപ്പിടാം അതിനകത്തിന്. ഇപ്പോഴൊന്നും തീ ഇല്ല കേട്ടോ അടുപ്പില്. തീ വേണ്ട അല്ലേ? ഉപ്പിട്ടു. പിന്നെ അടുത്ത് നമുക്ക് കായപ്പൊടി ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. കായം ഒക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് അല്ലേ? വേണം, നന്നായിട്ട് കായം വേണം അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ഉലുവാപ്പൊടിയും കൂടെ ഇടാം. കായവും ഉലുവയും അല്ലെ? ചിലർക്ക് കായം കുറച്ച് മതി, ചിലർക്ക് കൂടുതൽ വേണം. 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് അല്ലേ? നമുക്ക് നന്നായിട്ട് ഇളക്കാം. അതായത് നമ്മുടെ വെളിച്ചെണ്ണയുടെ ചൂടേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ, ചട്ടിയുടെ ചൂടേ ഉള്ളൂ. നമ്മൾ തീയൊക്കെ കെടുത്തി. അപ്പൊ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പച്ചമുളക് നാരങ്ങയും പച്ചക്ക് തന്നെയാ കിടക്കുന്നത് അല്ലേ? ഇന്ന് സിമ്പിൾ അല്ലേ ഈ അച്ചാറ്? സിമ്പിൾ, ഭയങ്കര രുചി. പക്ഷെ ചെലവില്ല അല്ലേ ഇതിന്? കഴിഞ്ഞ കൊല്ലം നമ്മൾ ഓണത്തിനിട്ട് നാരങ്ങയുടെ അച്ചാർ കിടപ്പുണ്ട് നമ്മുടെ ഇതില്, ചാനലിൽ കിടപ്പുണ്ട് അല്ലേ? നമ്മൾ അടുത്ത കുറച്ച് ശകലം വിനാഗിരിയാണ് ഒഴിക്കുന്നത്. വിനാഗിരി അല്ലേ? ഇത്രയും വിനാഗിരി കൊണ്ട് ഒഴിച്ച് മിക്സ് ചെയ്തു. അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. ശകലം ചൂടുവെള്ളം ഒഴിക്കാം.
ഒത്തിരി വേണ്ട. അപ്പൊ ഈ ഒരു സമയത്താണ് നമ്മൾ ചൂടാക്കി വെച്ച് വെള്ളം ഒഴിക്കണം അല്ലേ? ശകലം ഒഴിച്ചാൽ മതി. എന്തോരം? ഇത്ര മതി അല്ലേ? അത് മതി. ഇനി ഇതിന്റെ ഇത് മാംസമൊക്കെ ചാറ് ഇറങ്ങും. ഇറങ്ങും. അപ്പൊ നമ്മൾ ഒരു ടൈപ്പ് അച്ചാറ് തയ്യാറായില്ലേ? ഇപ്പൊ നോക്കട്ടെ എങ്ങനെയുണ്ട്. ഇതിരിക്കണം അല്ലേ? അല്ല ഇപ്പൊ നല്ല രുചി ആണോ? കാണിച്ച് ഞാൻ നോക്കട്ടെ. സ്വല്പം ഉപ്പും കൂടെ വേണം തോന്നുന്നു. സൂപ്പർ, നല്ല രുചി. കയ്പൊന്നും ഇല്ല. ശരി, അമ്മ പറഞ്ഞ ശരി. കായത്തിന്റെ ഒരു ചുവച്ച് മുന്നിൽ നിൽക്കണം. കായത്തിന്റെ ഒരു വിലക്ക് അല്ലേ? കായത്തിന്റെ ഇച്ചിരി മുമ്പിൽ നിൽക്കണം. അപ്പൊ നമ്മളെ നാരങ്ങാച്ചാറ് സെറ്റായി. ഒന്നാം ടൈപ്പ്. ഇച്ചിരി ഉപ്പ് ഇടുവാണ്. ഇത്രയും വെള്ളം മതി. അപ്പൊ നമ്മള് വേറൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിനകത്ത് ശകലം വെളിച്ചെണ്ണ, കുറച്ച് വെളിച്ചെണ്ണ മതി. ഐറ്റം നമ്പർ 2 രണ്ടാമത്തെ അച്ചാർ. അപ്പൊ അതിനും പാത്രം വെച്ചു. കടുക് പൊട്ടി. അപ്പൊ നമ്മുടെ കടുക് പൊട്ടിയിട്ട് നമുക്ക് വെളുത്തുള്ളിയും കൂടെ പൊട്ടിയിടാന്ന്. ചുമന്നുള്ളി വേണ്ട. വെളുത്തുള്ളിയൊക്കെ ഇടുന്ന അവർക്കുള്ളതനുസരിച്ച് അങ്ങിടാം. അവർക്കുള്ളതനുസരിച്ച് കൂടിയാലും കുറഞ്ഞാലും ഒന്നും ഒരു കുഴപ്പമില്ല. പിന്നെ നമുക്ക് അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഇത് വേണ്ട. എന്നത്? ചുമന്നുള്ളി വേണ്ട അച്ചാറിന്. ഇതിന് ചുമന്നുള്ളി വേണ്ട അല്ലേ? അപ്പൊ നമ്മുടെ വെളുത്തുള്ളി ചുമന്ന് കൊടുക്കട്ടെ. അതിന് വറ്റൽമുളക് കൂടെ നമുക്ക് ഇടാം. ഈ വറ്റൽമുളക് താമസിച്ചിട്ട് നല്ലപോലെ ഉണങ്ങിയ മുളകാണ്. അതിലായിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരു പച്ചയ്ക്ക് കിടക്കണം വറ്റൽമുളകൊക്കെ. അപ്പൊ നമുക്ക് തീ കെടുത്താ ഇനി. അത് അമ്മ ഉദ്ദേശിച്ച കരിഞ്ഞു പോകല്ലെന്നാണ് ഉദ്ദേശിച്ചത് അല്ലേ? നേരത്തെ ഇട്ട കരിഞ്ഞു പോകും. ഇപ്പൊ നല്ല നിറമായി. നമുക്ക് ഇനി അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളകും ഇടാം. പച്ചമുളക് ഒന്നും മൂപ്പിക്കണ്ട കേട്ടോ. നമ്മള് തീ ഓഫ് ചെയ്ത് തീ ഓഫ് ചെയ്തു. പഴയതുപോലെ തന്നെ നമ്മളൊരു സ്വല്പം മഞ്ഞൾപ്പൊടി ഇടുവാണ്. ഇതിന്റെ നമ്മൾ നിറം ഒന്ന് മാറ്റി കൊടുക്കുവാണ്. നിറവും ഇച്ചിരി രുചിക്കും മാറ്റം വരും അപ്പൊ അല്ലേ? മഞ്ഞൾപ്പൊടി വരുമ്പോ. ഇനി കായപ്പൊടി, ഉപ്പും ഉലുവാപ്പൊടി ഇടുവാണോ അമ്മേ? അതിനടുത്ത് നമ്മൾ നാരങ്ങ ഇടുവാണ്. നാരങ്ങ ഇട്ടതിന് ശേഷമാണ് കായ ഉലുവയൊക്കെ ഇടുന്നത് അല്ലേ? അപ്പൊ നമ്മുടെ നാരങ്ങ ഇട്ടു, വടുകപ്പുളി നാരങ്ങ ഇട്ടു. നമുക്ക് ഉപ്പിടാം. 1 സ്പൂൺ ഉപ്പ്. ഇതിന് നാരങ്ങയ്ക്ക് ഇച്ചിരി ഉപ്പ് ഇടാം. നമ്മൾ ഇച്ചിരി ഉപ്പ് മുമ്പിൽ നിൽക്കണം. നമുക്ക് കായപ്പൊടി ഇടാം. കായപ്പൊടി അളവില്ല, നമ്മൾ കുടഞ്ഞിടുവാണ് ഇതിനകത്ത്. ഇച്ചിരി കൂടുതൽ നിൽക്കണം. നിങ്ങൾ കൂടി പോകരുത്. സാമ്പാറിൽ കായം മണക്കണം എന്നൊക്കെ പറയണ പോലെ ഈ അച്ചാറിന് ഇച്ചിരി ഒരു കായത്തിന്റെ മണം വേണം. നമ്മൾ വെച്ചിട്ട് വിനാഗിരി ഒഴിക്കുവാണ്. വിനാഗിരി ഒഴിച്ചു. ഇനി ഉലുവാപ്പൊടി അല്ലേ? ഉലുവാപ്പൊടിയും കൂടെ. ഓക്കെ, അപ്പൊ വിനാഗിരി, ഉലുവാപ്പൊടി, കായം. സിമ്പിൾ. നമുക്ക് കണ്ണടച്ച് ഉറങ്ങുമ്പോ പരിപാടി തീരും അല്ലേ? അപ്പൊ എല്ലാരും ഇപ്പോഴേ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ സുഖമാണ്. ഇപ്പൊ ഞാൻ വാങ്ങിച്ചപ്പോ ഇതിന് 120 രൂപയായിരുന്നു കേട്ടോ കിലോയ്ക്ക് വില. നമ്മൾ 1/2 കിലോ നാരങ്ങയാണ് ഈ വാങ്ങിച്ചത്. അതായത് 60 രൂപയുടെ നാരങ്ങ വാങ്ങിച്ചത്. ഒരു സ്വല്പം ചൂടുവെള്ളം കൊണ്ട് ഒഴിക്കുവാണ്. നാരങ്ങയ്ക്ക് ഒത്തിരി വെള്ളം വേണ്ട കേട്ടോ. അത് മതി. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കളർ നന്നായിട്ട് മാറ്റണേ ഉണ്ടല്ലോ. ഈ മഞ്ഞൾപ്പൊടി ഇട്ട സമയത്ത് തന്നെ ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലേ? അതാണ് വേറെ സൈസാണ് അല്ലേ? കളർ മൊത്തത്തിൽ മാറും. നമുക്ക് അങ്ങനത്തെ ഒരു അച്ചാർ ഇടാം. നമുക്ക് അതിന്റെ കായൊക്കെ നോക്കട്ടെ. അപ്പൊ വെള്ള അച്ചാറും തയ്യാറായി, മഞ്ഞ അച്ചാറും തയ്യാറായിട്ടുണ്ട് അല്ലേ? അപ്പൊ നമ്മുടെ 2 അച്ചാർ, നമ്മുടെ മഞ്ഞ അച്ചാർ ഇവിടെ ഇങ്ങനെ തയ്യാറായിട്ടിരിപ്പുണ്ട്. നല്ല ഗോൾഡൻ യെല്ലോ കളറുള്ള മഞ്ഞ അച്ചാർ തയ്യാറ്. തൊട്ടപ്പുറത്തെ പാത്രത്തിൽ വെള്ള അച്ചാർ തയ്യാറായിട്ടുണ്ട്. അപ്പൊ നോക്കി, നമുക്ക് നോക്കുമ്പോഴത്തേക്കും സദ്യയൊക്കെ വിളമ്പോ നമുക്ക് 2 ടൈപ്പിൽ വിളമ്പാ ഇത് അല്ലെ? നമ്മുടെ 2 അച്ചാർ നമ്മൾ അങ്ങനെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് അപ്പൊ തന്നെ നമ്മുടെ ചട്ടിയിലേക്ക് മാറ്റാൻ പോവാ അല്ലെ? അപ്പൊ തണുത്ത് കഴിഞ്ഞ് നമുക്ക് കുപ്പിയിലേക്ക് മാറ്റാം. പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ വിളമ്പാനൊക്കെ സദ്യക്ക് തലേദിവസം ഉണ്ടാക്കിയാലും മതി ഇത് അല്ലെ? ഇതിങ്ങനെ ഒത്തിരി ഇരിക്കണമെന്നില്ല. നാരങ്ങായും തിളപ്പിച്ചില്ല, പച്ചമുളകും തിളപ്പിച്ചിട്ടില്ല, വേവിച്ചിട്ടില്ല. എണ്ണയുടെ ചൂട് മാത്രമേ ഉള്ളൂ. ചൂടുവെള്ളവും ശകലം ചൂടുവെള്ളവും അത്രേ ഉള്ളൂ. നമ്മുടെ അച്ചാർ നല്ല. അപ്പൊ നമുക്ക് ചട്ടികൾക്കകത്തേക്ക് ഇത് മാറ്റാം. മാറ്റിയിട്ട് തണുത്ത് കഴിഞ്ഞ് നമുക്ക് കുപ്പിയിലേക്ക് മാറ്റാം. അപ്പൊ അതെ, നമ്മുടെ 2 അച്ചാറുകളും അങ്ങനെ സെറ്റപ്പ് ആയിട്ട് ഇരിപ്പുണ്ട്. വളരെ ടേസ്റ്റ് ആണ്, സിമ്പിൾ ആണ്, ചെലവ് കുറവാണ്, പണി കുറവാണ്, എല്ലാം കൊണ്ടും എളുപ്പത്തിലുള്ള ഒരു അച്ചാർ. നമ്മുടെ മറ്റേ അച്ചാർ, സാധാ അച്ചാർ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്തോരം പണി ഒരു കണക്ക് പറഞ്ഞല്ലേ? പിന്നെ പൊടികളൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ വേണം അല്ലേ?
അപ്പൊ ഇതിന് നമ്മൾ പൊടികൾ നമ്മുടെ പച്ചമുളകാണ്. പിന്നെ കാന്താരി ഉണ്ട്, ഇവിടെ കാന്താരി അരി ഉണ്ട്. പക്ഷെ എനിക്ക് കാന്താരി ഇടുന്നതിനെക്കാട്ടും ഇഷ്ടം പച്ചമുളക് പച്ചമുളകാണ്. ഇടുന്നതാണ് നല്ലത്. ഓക്കെ. കാന്താരി ഇഷ്ടമുള്ളവർക്ക് അത് ഇടാം. അപ്പൊ ഇന്നത്തെ ഈ അച്ചാറിന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം. പിന്നെ ഇപ്പഴേ ഇട്ട് കുപ്പിക്കകത്തൊക്കെ ആക്കി വെച്ചാൽ നമ്മുടെ ഓണത്തിന് പണിയൊക്കെ കുറവുണ്ട്. ഇപ്പൊ നാരങ്ങ മേടിച്ചോണം, നാരങ്ങയ്ക്ക് വില കുറവുണ്ട്.